ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ടീസർ എത്തിയിട്ടുണ്ട്. നമ്മളെ എമ്പുരാന്റെ ടീസർ, നമ്മളെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടതിന് ശേഷം വിലയിരുത്താം. ഓക്കെ, ഇത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ സ്റ്റീഫൻ. ഒളി തന്നെയാണ്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല. ഇത് കലക്കും മക്കളെ, ഇത് കലക്കും. He leads the most powerful mercenary hit group in Asia. Wow. എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Quraysh Abraham Nexus in one place. This is our chance. ഇത് റഷ്യക്കാരാണോ? ഇന്ത്യക്ക് പുറത്താണെന്ന് തോന്നുന്നു സിനിമയുടെ പൂർണ്ണമായ ഭാഗം. സോ ആരാണ് ഈ സ്റ്റീഫൻ നെതുമ്പൽ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവ്, സൂപ്പർ. ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര്. ലാലേട്ടൻ എൽ മോഹൻലാൽ. He's come back. Wow, super. എന്നാ ലുക്ക്. അബ്രഹാം ഖുറേഷി അബ്രഹാം. വല്ലാത്ത സാധനമാണ് മക്കളെ. I hear gunshots. We're moving in. പട്ടാളം അമേരിക്കൻ ആർമിയെ പോലെ ഇരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ലാലേട്ടൻ പൊളിക്ക് തന്നെയാണ്. ഒരു വരവ് വന്നു. എമ്പുരാൻ. बस एक इशारा भाईजान, बस एक പൃഥ്വിരാജ് खुदा हाफिज. സുകുമാരൻ ഡയറക്ഷൻ. ആർട്ട് മോഹൻദാസ്. ലൈക്ക പ്രൊഡക്ഷൻസ്. ഇൻ തിയേറ്റർ 27th March 2025. ഇത് പൊളിച്ചിരിക്കും, 100% ഉറപ്പാണ്. കാരണം ടീസർ ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് ട്രെയിലർ വരാനുണ്ട്, അത് കഴിഞ്ഞ് പടം വരാനുണ്ട്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അപ്പോ നമ്മളെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. മലയാളികൾ കുറെ നാളായിട്ട് തന്നെ കാത്തിരിക്കുകയാണ് എമ്പുരാന്റെ അപ്ഡേറ്റിനായിട്ടും അതുപോലെ അതിന്റെ ടീസറിനായിട്ടൊക്കെ മലയാളികൾ. അപ്പൊ അതിന്റെ വരവെന്ന് പറയുന്നത് ടീസറെ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ടീസർ അവര് കൊണ്ടുവന്നെങ്കിൽ സിനിമയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോ പൊളിക്കും എന്നുള്ളത് ഉറപ്പാണ്. 2025 എമ്പുരാൻ പൊളിച്ചെടുക്കും. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് 27th March ഫിലിം വരും, അതിന് മുമ്പ് ട്രെയിലർ വരും. അതിലേക്ക് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ, താങ്ക് യു.